നോമ്പ് തുറക്കുമ്പോഴും അതുപോലെ തന്നെ ഈ ചൂടിനൊക്കെ കുടിക്കാൻ പറ്റിയ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നത്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്, എന്നാൽ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിതാ പാലൊന്ന് തിളപ്പിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാലൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഞാനതിലേക്ക് 1 ടേബിൾ സ്പൂണോളം സേമിയയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വറുക്കാത്ത സേമിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുമ്പോഴത്തേക്കും ഈ സേമിയ അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും കേട്ടോ. ഇപ്പോൾ ഇതാ സേമിയൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവർ ഞാനൊന്ന് 1 കപ്പ് പാലിൽ കലക്കിയെടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇവിടെ ഇപ്പോൾ ഞാൻ 2 കപ്പ് പാലിൻ്റെ ഒരളവാണ് പറയുന്നത്. പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും അതുപോലെ തന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വീഡിയോ സ്കിപ്പായി പോയതാണ്. അതുപോലെ തന്നെ നമുക്കിതിപ്പോൾ ഒന്നങ്ങ് ചൂടാറിയതിന് ശേഷം ഒരു കപ്പിലേക്ക് മാറ്റാം. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് ഞാൻ നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കാഷ്യോ ബദാമോ എന്താ നിങ്ങളുടെ കയ്യിലുള്ളത് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണോളം നമ്മളുടെ അനാറില്ലേ അതെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണോളം ആപ്പിൾ അരിഞ്ഞത്, പിന്നെ കസ്കസ് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണ്, അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഒരുപാട് ഫ്രൂട്ട്സ് അങ്ങ് ചേർത്ത് കൊടുക്കണ്ട, ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമുക്കിത് കുടിക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇതുപോലെ ഒരു ഡ്രിങ്ക് നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും നോമ്പിനും അതുപോലെ തന്നെ ചൂടുള്ള സമയത്ത് കുടിക്കാനും പറ്റിയ നല്ല അടിപൊളി ഡ്രിങ്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാനും പിന്നെ നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. പുതിയ വീഡിയോയുമായി നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. ടേക്ക് കെയർ. താങ്ക് യു ഫോർ വാച്ചിങ്.